ഫ്രീ ട്രെയിൻ ട്രാവലേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക കേസ്. പട്ടാപ്പകൽ 28 വയസ്സുള്ള ഒരു യുവതി, അതും പ്രിസൺ IG-യുടെ മകൾ, ജഗതി ജംഗ്ഷനിലെ വീട്ടിൽ ദാരുണമായി കൊല്ലപ്പെട്ടു. ഈ കൊലപാതകം ആര് ചെയ്തു, എന്തിനു ചെയ്തു, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടടുപ്പിച്ച് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു. തിരുവനന്തപുരത്തെ ജഗതി ജംഗ്ഷനിലെ വീട്ടിൽ ഒരു പെൺകുട്ടി, 28 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടി വെട്ടേറ്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നു. വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ മ്യൂസിയം പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നു. ഈ വീട് നിൽക്കുന്നത് റോഡിന്റെ സൈഡിലാണ്. ഈ വീടിന്റെ 2 സൈഡിലും കടകളുണ്ടായിരുന്നു. ആ കടകളുടെ നടുക്ക് ഭാഗത്തോട് ഒരു ഗേറ്റിൽ കൂടി കടന്നിട്ടാണ് ഈ വീടിനുള്ളിലേക്ക് കടക്കുന്നത്. വളരെ യാത്രക്കാരുള്ള ഒരു റോഡ് ആയതുകൊണ്ട് തന്നെ ഈ സംഭവം അറിഞ്ഞ് ഒരുപാട് ആൾക്കാർ സംഭവ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. പോലീസ് എത്തി ആൾക്കാരെയൊക്കെ പുറത്താക്കി ഈ ഹൃദയഭേദകമായ കാഴ്ച കാണുന്നു. ഈ വീടിന്റെ അടുക്കളയിൽ കഴുത്തിലും കാലിലും വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന യുവതിയുടെ ദേഹത്തെ വസ്ത്രങ്ങൾ അലങ്കോലമായി കിടക്കുകയായിരുന്നു. ദേഹത്ത് ആഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ മരണം നടന്ന സ്ഥലത്ത് മുഴുവൻ രക്തം തളം കെട്ടി കിടക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും പോലീസ് ആ വീട്ടിലെ മറ്റ് ആൾക്കാരെ കുറിച്ച് അന്വേഷിച്ചു. ഈ യുവതിയുടെ ഭർത്താവ് വിനോദ്, വിനോദിന്റെ അമ്മ, ഈ വിനോദിന്റെയും ലക്ഷ്മിയുടെയും 6 മാസം പ്രായമുള്ള ഒരു കുട്ടി, ഇത്രയും പേരടങ്ങുന്നതായിരുന്നു ആ കുടുംബം. വിനോദ് തന്റെ അമ്മാവനായ അറിയപ്പെടുന്ന രമേശൻ കോൺട്രാക്ടർ, അദ്ദേഹത്തിന്റെ വാഹനം ഓടിക്കുകയും അദ്ദേഹത്തിന്റെ മാനേജറുമായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഈ കുടുംബം സാമ്പത്തികമായി ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. വിനോദിന്റെ അമ്മ തൊട്ടടുത്ത് തന്നെ ഒരു റേഷൻ കട നടത്തുന്നുണ്ടായിരുന്നു. പോലീസ് ഈ സംഭവം ആദ്യമായി കണ്ട ഈ വീടിന് എതിർവശത്ത് ഹോട്ടൽ നടത്തിയിരുന്ന ഹോട്ടൽ ഉടമസ്ഥൻ ഈ സംഭവം ആദ്യമായി കാണുന്നത്. അദ്ദേഹത്തോട് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ വിനോദിന്റെ അമ്മ രാവിലെ 8:30 റേഷൻ കടയിലേക്ക് പോകുന്നത് അയാൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം വിനോദ് ജോലി സംബന്ധമായി എറണാകുളത്തേക്ക് പോകുവാൻ വേണ്ടി ബാഗുമെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. 9 മണിയോടുകൂടി ബാഗുമെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ലക്ഷ്മിയാണ് യാത്രയാക്കുന്നത്. ലക്ഷ്മി ഈ വിനോദിനെ യാത്രയാക്കിയതിനു ശേഷം തിരിച്ച് വീട്ടിൽ കയറി പോകുന്നതും വാതിലടയ്ക്കുന്നതും എല്ലാം ഈ എതിർവശത്തുള്ള ഹോട്ടലിന്റെ ഉടമസ്ഥൻ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ആരാണ് ഈ കൊലപാതകം ചെയ്തത്? പോലീസ് ഒരു തുമ്പും കിട്ടാതെ ബുദ്ധിമുട്ടിലായി. സംഭവം അറിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നു. ഈ സംഭവം നടന്ന സ്ഥലങ്ങൾ പരിശോധിക്കുന്നു. പക്ഷെ ഇവർ എത്രയൊക്കെ പരിശോധിച്ചിട്ടും അവിടെ നിന്നും കാര്യമായ യാതൊരു തെളിവുകളും എങ്ങനെ നടന്നിരിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവിടെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം, ഈ സംഭവം നടന്ന് ഈ യുവതി വെട്ടേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു കാൽപാദം ആ മുറിയിലൂടെ കയറി മുകളിലത്തെ നിലയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നഗ്നപാതനായിരുന്നില്ല. ആ കാലിൽ സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോക്സിൽ ബ്ലഡ് പതിഞ്ഞ പാടുകളിലൂടെ, ആ പാടുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചത്. ഇയാൾ ഈ ബ്ലഡ് സ്റ്റെയിനുമായി ആ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയി തിരിച്ച് ഇറങ്ങി വന്നു. ആ ബ്ലഡ് സ്റ്റെയിൻ പതിയെ കുറഞ്ഞു വരുന്ന രീതിയിൽ താഴേക്ക് ഇറങ്ങി വരികയും മുൻവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് പോയതായിട്ടുമാണ് കാണുന്നത്. ഈ മൃതദേഹം ആദ്യം കണ്ടത് ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അമ്മ. അവർ രാവിലെ 8:30 റേഷൻ കടയിലേക്ക് പോയതാണ്. 9:30 ഭർത്താവ് ജോലിക്ക് പോയതാണ്. ഈ 8:30 റേഷൻ കടയിലേക്ക് പോയ ഭർത്താവിന്റെ അമ്മ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അവർ തിരിച്ചെത്തിയ സമയത്ത് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. സാധാരണ തിരുവനന്തപുരം സിറ്റിയിലെ എല്ലാ വീടുകളും എപ്പോഴും മുൻവശത്തെ വാതിലുകൾ ലോക്ക്ഡ് ആയിരിക്കും. കാരണം പിടിച്ചുപറിയും ആക്രമണങ്ങളും ഒക്കെ നടക്കുന്നതാണ്. റോഡ് സൈഡിലുള്ള വീടാണ്. സേഫ്റ്റിക്ക് വേണ്ടി എപ്പോഴും അവർ കതക് അടച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വീട്ടിലും എന്നും കതക് അടച്ചു തന്നെയാണ് ഇട്ടിരുന്നത്. എന്നാൽ ഈ അമ്മ തിരിച്ചു വന്നപ്പോൾ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് സംശയമായി. വിളി കേട്ടില്ല. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ദാരുണമായ ഈ ഒരു സംഭവം കാണുന്നത്. വിനോദിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് രാവിലെ 9 മണിക്ക് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാറുണ്ടായിരുന്നു, ആ കാറ് വർക്ക്ഷോപ്പിൽ കൊടുത്തു. അതിനുശേഷം അവിടുന്ന് ഓട്ടോയിൽ രമേശൻ കോൺട്രാക്ടർ വീട്ടിലെത്തുകയും അവിടുന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചതിൽ നിന്നും ഇത് ഏതെങ്കിലും ഗുണ്ടകൾ ചെയ്തിരിക്കാനാണ് വഴിയെന്ന് പറഞ്ഞു. കാരണം ഈ ലക്ഷ്മിയുടെ ദേഹത്തുണ്ടായിരുന്ന 30 പവനോളം ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഈ സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇത് ഏതെങ്കിലും ഗുണ്ടകൾ തന്നെ ചെയ്തിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. അങ്ങനെ ആ ഏരിയയിലെ
ഇത്തരം കേസുകളിൽ ഏർപ്പെടുന്ന ഗുണ്ടകളെ നിരീക്ഷിക്കുവാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചു. അങ്ങനെ കുറെ ദിവസം ഗുണ്ടകളെ നിരീക്ഷിച്ചുവെങ്കിലും അവർക്ക് ഈ കേസുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പോലീസിനാകെ നാണക്കേടായി. വളരെ സെൻസേഷണൽ ആയിട്ടുള്ള കേസാണ്. തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ നടന്ന ഒരു കേസാണ്. പ്രതിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നാണക്കേടാകും. വളരെ ബുദ്ധിമുട്ടിലായി പോലീസുകാർ. അന്നത്തെ DGP ആയിരുന്ന കൃഷ്ണൻ നായർ സാർ ഈ കേസ് അങ്ങനെ ക്രൈംബ്രാഞ്ചിന് വിടുന്നു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി സംഭവ സ്ഥലത്തെത്തുന്നു. അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആദ്യം ഈ സംഭവം കണ്ട ആളിനെ ചോദ്യം ചെയ്യുന്നു. ആദ്യം സംഭവം കണ്ടത് ഈ ലക്ഷ്മിയുടെ ഭർത്താവിന്റെ അമ്മയാണ്. അമ്മ നിലവിളിച്ചുകൊണ്ട്, ഈ മൃതദേഹം കണ്ട് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു. പുറത്തേക്ക് ഓടിച്ചെന്നത് അതിന്റെ വീടിന്റെ തൊട്ട് എതിർവശത്തായി ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിലെ മുതലാളിയോടാണ് ചെന്ന് പറയുന്നത്. അപ്പൊ ആ ഹോട്ടൽ മുതലാളിയും ഒരു ചുമട്ടുകാരനുമാണ് ഈ അമ്മയോടൊപ്പം മൃതദേഹം കാണാൻ വേണ്ടി വീട്ടിലെത്തിയത്. ഇദ്ദേഹം രാവിലെ ഈ അമ്മ റേഷൻ കടയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഭർത്താവ് ജോലിക്കായി ബാഗുമായി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മിയാണ് ഭർത്താവിനെ യാത്ര അയക്കുന്നത്. അത് ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ലക്ഷ്മിയുടെ ദേഹത്ത് ധാരാളം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ലക്ഷ്മി അകത്തേക്ക് കയറി പോകുന്നു, വീടിന് കുറ്റിയിടുന്നു. ഈ കാര്യങ്ങളൊക്കെ എതിർവശത്തുള്ള ഈ ഹോട്ടൽ മുതലാളി കാണുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു സംഭവം എന്നത്, ഈ മൃതദേഹം കാണാൻ വേണ്ടി ഈ അമ്മയുടെ നിലവിളി കേട്ടുകൊണ്ട് ഇവർ ഓടി വന്ന് അകത്ത് കയറി നോക്കുമ്പോൾ അടുക്കളയിൽ പാത്രം കഴുകുന്ന ടാങ്കിന്റെ മുകളിൽ സ്വർണ്ണ പാദസരം ഇരിപ്പുണ്ടായിരുന്നു. ആ പാദസരം പിന്നീട് അപ്രത്യക്ഷമായി. ഈ പാദസരം മറ്റു സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ട കൂട്ടത്തിൽ തന്നെ, അതായത് ഈ കൊലപാതകം ചെയ്ത ആൾ കൊണ്ടുപോയിരിക്കാം എന്നാണ് മറ്റുള്ളവരും പോലീസുകാരും ധരിച്ചിരുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മറ്റ് തെളിവുകളൊന്നും ലഭിക്കുന്നില്ല. ഫുട് പ്രിന്റ്സ് ഇല്ല. ഗ്ലൗസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കാൽപാദങ്ങളിൽ സോക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റ് യാതൊരു തെളിവുകളും സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നില്ല. കാരണം അതിവിദഗ്ധനായ ഒരു കൊലയാളിയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ 2 പോലീസുകാരെ ഈ മരണം നടന്ന വീട്ടിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്നു. മറ്റൊന്നിനുമല്ല, വെറുതെ അവിടെ ഇരിക്കുക, അവിടെ വരുന്ന ആൾക്കാരൊന്ന് നിരീക്ഷിക്കുക. അസ്വാഭാവികമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ, അസ്വാഭാവികമായിട്ട് ആരെങ്കിലും അവിടെ നിൽക്കുന്നതോ നോക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മിടുക്കന്മാരായ ബുദ്ധിമാന്മാരായ 2 പോലീസുകാരെ ഈ മരണം നടന്ന വീട്ടിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നു. 2-3 ദിവസം ഈ 2 പോലീസുകാർ ഈ വീട്ടിൽ നിരീക്ഷിക്കുകയും അവർക്ക് അനുഭവപ്പെട്ട ഒരു സംശയവുമാണ് ഈ കേസിന്റെ ചെറിയ തുമ്പുണ്ടാക്കാൻ വേണ്ടി പോലീസിനെ സഹായിച്ചത്. അത് മറ്റൊന്നുമല്ല, മരണം നടന്ന വീട്ടിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് ആൾക്കാർ വരും. അവരുടെ ബന്ധുക്കൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഒരു 23 വയസ്സുള്ള പെൺകുട്ടി അവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി 2-3 ദിവസം ഈ പോലീസുകാരവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ പോലീസുകാരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു. അങ്ങനെ ഇവർ പോലീസാണെന്നുള്ള കാര്യങ്ങൾ മറച്ചു വെച്ച് പല കാര്യങ്ങളും ഈ പെൺകുട്ടി പോലീസുകാരോട് അന്വേഷിക്കുന്നു. ഇവരുടെ പെരുമാറ്റവും ചോദ്യങ്ങളും ഒക്കെ ഈ പോലീസുകാർക്ക് അസ്വാഭാവികമായിട്ടാണ് തോന്നിയത്. ഈ പെൺകുട്ടി ഈ വീട്ടിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പോലീസുകാരോട് ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ കേസിന് എന്തെങ്കിലും തെളിവുണ്ടാകുമോ സാർ? ഇത് പ്രതിയെ പിടിക്കാം, എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? പ്രതിയെ പിടിക്കുമോ? അഥവാ പ്രതിയെ പിടിച്ചാൽ എന്തായിരിക്കും ശിക്ഷ ലഭിക്കുന്നത്? എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, ന്യായമായ സാധാരണഗതിയിലുള്ള ഒരു വ്യക്തി ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ഈ പോലീസുകാരോട് ഈ പെൺകുട്ടി ചോദിക്കുകയും ഈ പെൺകുട്ടി അങ്ങനെ പോലീസുകാർ നിരീക്ഷിക്കുകയും ചെയ്തു. ഈ വിവരം അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ 2 പോലീസുകാർ റിപ്പോർട്ട് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പെൺകുട്ടിയെ വിളിച്ച് ചോദ്യം ചെയ്തു. ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ, എന്തെങ്കിലും അറിയാമെങ്കിൽ പോലീസുകാരോട് പറ. ഈ രീതിയിലാണ് പോലീസുകാർ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തത്. ഈ പെൺകുട്ടി വിനോദിന്റെ, അതായത് ഈ കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ ഭർത്താവിന്റെ അമ്മയുടെ സഹോദരിയുടെ മകളാണ്. തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തു. അപ്പോൾ ലഭിച്ചത് 23 വയസ്സ്, തന്നെക്കാൾ 1.5 വയസ്സിന് എളുപ്പമുള്ള ഒരു പയ്യനെയാണ് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചിരിക്കുന്നത്. 2 വീട്ടുകാരും പ്രേമവിവാഹമായിരുന്നു. അതുകൊണ്ട് 2 വീട്ടുകാരും എതിർപ്പാണ്. അതുകൊണ്ട് ഇവർ 2 പേരും വാടകയ്ക്ക് താമസിക്കുകയാണ്. 2 പേർക്കും കാര്യമായ ജോലിയൊന്നുമില്ല. വാടകയ്ക്ക് താമസിക്കുന്നത് വെറും തുച്ഛമായ ഒരു വാടകയ്ക്ക് ഒരു വീടിന്റെ ചായ്പിൽ. ആ വീട് പോലീസുകാർ പിന്നെ പരിശോധിച്ചു. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 പാവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ പെൺകുട്ടിയോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പെൺകുട്ടിക്ക് നേഴ്സറിയിൽ 1500 രൂപയ്ക്ക് ഉള്ള ഒരു ചെറിയ ജോലി മാത്രമേ ഉള്ളൂ. ഈ പയ്യൻ ഭർത്താവ് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യമായ മറ്റു ജോലികളൊന്നുമില്ല. ഈ ഒരു തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിനോദ് ചേട്ടൻ സഹായിക്കുമെന്ന് പറയുന്നു. വിനോദ് ചേട്ടൻ എന്തിന് ഈ കുട്ടിയെ അകാരണമായി സഹായിക്കണം? പോലീസിന് സംശയമായി. അപ്പം ബന്ധുവാണ്, സാമ്പത്തിക ശേഷിയില്ല, അതുകൊണ്ട് ന്യായമായ കാര്യങ്ങളൊക്കെ സഹായിക്കാം. വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നിട്ടും വിനോദാണ് ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ വിനോദിന് ഈ പെൺകുട്ടിയുമായി നല്ല രീതിയിലുള്ള ബന്ധമുണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പിന്നീട് ഈ വീട്ടിൽ അന്ന് രാവിലെ, ഈ സംഭവ ദിവസം രാവിലെ ആരൊക്കെയാണ് വന്ന് പോയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി.
അപ്പൊ അന്ന് വിനോദിനോടൊപ്പം ലോറിയിൽ ക്ലീനറായി വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ അന്ന് രാവിലെ വീട്ടിൽ വന്നിരുന്നു. അവൻ നെയ്യാറ്റിൻകരയാണ് താമസിക്കുന്നത്. അപ്പൊ അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഈ പയ്യൻ രാവിലെ വിനോദിന്റെ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തുന്ന സമയത്ത് വിനോദ് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നീ വരണ്ട, എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് നീ പൊക്കോ എന്ന് പറഞ്ഞു. ഇവന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം ആയിട്ടുള്ളായിരുന്നു. ഇവന് സന്തോഷമായി. ഇവൻ നേരെ 8:30 സമയത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി. ഇവനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവന്റെ ഭാര്യയോട് അന്വേഷിച്ചപ്പോൾ ഇവൻ ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയായപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തിയതെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ പയ്യനോട് പോലീസ് ആധികാരികമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദിച്ചപ്പോൾ അവൻ സംഭവം സമ്മതിച്ചില്ല. അവൻ ഈ കേസുമായി യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നത്. പിന്നെ പോലീസ് ഭാഷയിൽ സംസാരിച്ചപ്പോൾ അവൻ ചില കാര്യങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവൻ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. അവൻ വീട്ടിലെത്താൻ താമസിച്ചത് ഈ ടാങ്കർ ലോറിയിൽ പെട്രോളോ ഡീസലോ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ വിറ്റ് കഴിയുമ്പോൾ ഇതിൽ ബാക്കിയായിട്ട് കുറച്ച് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഇതിന്റെ അടിയിൽ ഉണ്ടാകും. ഈ ഇന്ധനം ഇവർ വേറെ ഏതെങ്കിലും പമ്പിൽ മറിച്ചു കൊടുത്ത് പൈസ മേടിച്ച് അതിന്റെ ഡ്രൈവറും ക്ലീനറും കൂടെ പങ്കിട്ടെടുക്കുന്ന ഒരു പതിവുണ്ട്. അന്നും പതിവ് പോലെ ഈ പയ്യൻ ലോറിയിൽ ഉണ്ടായിരുന്ന ഡീസൽ മറിച്ച് വിൽക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോയതുകൊണ്ടാണ് അവൻ ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ വീട്ടിലെത്തിയത്. അതായത് കൃത്യസമയത്ത് വീട്ടിലെത്താതിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് മോഷണമല്ലേ സാർ, ഈ മോഷണ കേസിൽ കേസ് ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാതിരുന്നത് എന്ന് അവൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തി. അങ്ങനെ അവനെ തൽക്കാലം പോലീസ് പറഞ്ഞു വിട്ടു. പിന്നെ ആരായിരിക്കാം ഈ കേസ് നടത്തിയത്? പോലീസിന് പല സംശയങ്ങളും ഉണ്ടായി. എന്തായാലും ഈ റേഷൻ കട ഒന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നു. അങ്ങനെ റേഷൻ കട പരിശോധിച്ചപ്പോൾ ചില തെളിവുകൾ പോലീസിന് ലഭിച്ചു. അതായത് വിനോദ് ഭാര്യയുടെ സഹോദരിയുമായി നിൽക്കുന്ന ചില ഫോട്ടോകൾ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഈ വിനോദിന് മറ്റ് സ്ത്രീകളുമായി ചില അവിഹിത ബന്ധങ്ങൾ ഉണ്ടെന്നും അത്തരത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഈ 3 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. വിനോദിന്റെ അമ്മയുടെ സഹോദരിയുടെ മകൾ, അതുപോലെ രാവിലെ ജോലിക്കായി വീട്ടിൽ വന്ന ആ പയ്യൻ, ഈ 3 പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ഇതിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സംശയം തോന്നിയ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അതിലൊന്നായിരുന്നു വിനോദിന്റെ കാറ്. ആ വിനോദിന്റെ കാറ് പരിശോധിക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നു. കിള്ളിപ്പാലത്തെ വർക്ക്ഷോപ്പിലെത്തി ആ കാറ് പരിശോധിക്കുന്നു. ആ കാറ് പരിശോധിച്ചപ്പോൾ അതിന്റെ പുറകിലത്തെ സീറ്റിൽ ചെറിയ രക്തക്കറയുള്ളതായിട്ട് പോലീസിന് ബോധ്യമായി. സയന്റിഫിക് വിദഗ്ധരെ കൊണ്ട് വന്ന് അത് പരിശോധിപ്പിച്ചു. അത് പരിശോധിച്ചപ്പോൾ അത് ലക്ഷ്മിയുടെ രക്തം തന്നെയായിരുന്നു. ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിനോദിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നു. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി, പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിനോദിനെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ പലതവണ ചോദ്യം ചെയ്തിട്ടും വിനോദ് ഈ കുറ്റമൊന്നും സമ്മതിക്കുന്നില്ല. അയാൾക്ക് ഈ കേസുമായി യാതൊരു ബന്ധമില്ലാന്നും രാവിലെ ജോലിക്ക് പോയതാണ്, അവിടെ വെച്ചാണ് സംഭവം അറിയുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. അന്ന് രാവിലെ വിനോദിന്റെ അനുജൻ വീട്ടിൽ വന്നിരുന്നതായി വിനോദ് പറയുകയുണ്ടായി. അനുജനും ഒരു സുഹൃത്തും. വിനോദിന്റെ അനുജനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ അയാളും അനുജനുമായി മറ്റെന്തോ കാര്യം സംസാരിക്കാൻ വേണ്ടി രാവിലെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ആ വീടിന്റെ പരിസരത്ത് അയാളെ കണ്ടവരുണ്ട്. അതുകൊണ്ട് അനുജനിലേക്ക് സംശയം നേടുന്നു. അങ്ങനെ അനുജനെ ചോദ്യം ചെയ്തു. അപ്പൊ അനുജനെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യമൊന്നും അയാൾ ഒരു കാര്യങ്ങളും സമ്മതിക്കുന്നില്ല. അയാൾക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പോലീസ് ഭാഷയിൽ കുറെ ചോദ്യങ്ങളും അദ്ദേഹം ഈ കേസ് പ്രതിയാകുമെന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ പോലീസ് പേടിപ്പിച്ചപ്പോൾ അയാൾ ഒരു കാര്യം പറഞ്ഞു. എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുമായി നല്ല തരത്തിലുള്ള ബന്ധമായിരുന്നില്ല. അവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു, പലപ്പോഴും വഴക്കുണ്ടായിരുന്നു. ഒരു തവണ ജ്യേഷ്ഠത്തെ കൊല്ലാൻ വേണ്ടി ഈ വിനോദ് ശ്രമിച്ചിരുന്നതായും ഒരു അനുഭവം പോലീസിനോട് ഈ അനുജൻ പറയുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഈ വിനോദ് ഭാര്യയും വീടിന്റെ മുകളിലത്തെ നിലയിലാണ് കിടന്നിരുന്നത്. അതിന്റെ പുറത്ത് കുഞ്ഞിന് പാല് ചൂടാക്കാൻ വേണ്ടി ഒരു ഹീറ്റർ വെച്ചിരുന്നു. ഈ ഹീറ്ററിലേക്ക് ഡയറക്റ്റ് KCB ലൈൻ ഡയറക്റ്റ് മറ്റാരുടെ സഹായത്തോടു കൂടി ഈ ഹീറ്ററിലേക്ക് കണക്ഷൻ കൊടുത്തിരുന്നു. അതായത് ഈ ഹീറ്റർ ഓണാക്കാൻ വരുന്ന ആരെങ്കിലും ഷോക്ക് അടിച്ച് മരിക്കും, അത് സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിരുന്നു. അത് ഈ അനുജൻ കാണുക. അന്ന് ഈ അനുജൻ വീട്ടിലുണ്ടായിരുന്നു, അമ്മയോടൊപ്പമാണ് കിടന്നുറങ്ങിയിരുന്നത്. ഈ അനുജൻ അത് അമ്മയോട് പറയുകയും അമ്മ ചെന്നിട്ട് ജ്യേഷ്ഠത്തിയെടുത്ത്, ആ മരുമകൾ ലക്ഷ്മിയുടെ അടുത്ത്, നീ പാല് ചൂടാക്കാൻ വേണ്ടി ഹീറ്ററിന്റെ അടുത്തേക്ക് പോകരുത്, അത് യൂസ് ചെയ്യരുത്, പാല് ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അനുജന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം അന്ന് ലക്ഷ്മി അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും പോലീസിന് വിനോദിനെ തന്നെ കൂടുതൽ സംശയമായി. വിനോദിനെ പോലീസ് ഭാഷയിൽ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് തീരുമാനിക്കുന്നു. അങ്ങനെ പോലീസിന്റെ പല രീതികളും ഉപയോഗിച്ച് വിനോദിനെ ചോദ്യം ചെയ്യുന്നു. ഒരു തരത്തിലും വിനോദ് കുറ്റം സമ്മതിക്കുന്നില്ല, പഴയ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവസാനം വിനോദിന്റെ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ അയാളെ പേടിപ്പെടുത്തുകയും ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്യും എന്ന് തോന്നിയ ഒരു അവസ്ഥയിൽ വിനോദ് ആ സത്യം പറഞ്ഞു.
സാർ എന്നെ ചോദ്യം ചെയ്യുന്നതിന് മുൻപായിട്ട് സുഭാഷ് എന്ന് പറയുന്ന പയ്യൻ, അതായത് വിനോദിന്റെ അമ്മയുടെ സഹോദരിയുടെ മകൾ, ആ പെൺകുട്ടി, ആ വീട്ടിൽ അസ്വാഭാവികമായി കണ്ട ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് സുഭാഷ്. ആ സുഭാഷിനെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസുകാർ സുഭാഷിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി, സുഭാഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലെത്തുന്നു, അവർ താമസിക്കുന്ന വീട്ടിലെത്തുന്നു. പക്ഷെ സുഭാഷും ഭാര്യയും ആ വീട്ടിലുണ്ടായിരുന്നില്ല. അയൽക്കാരോട് വിവരം തിരക്കുന്നു. അപ്പോൾ സുഭാഷ് വൈകുന്നേരങ്ങളിൽ തൊട്ടടുത്ത ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി ഇരിക്കുമെന്നും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു പോലീസ് അവിടെ അന്വേഷിക്കാൻ എത്തുന്നു. ഇപ്പൊ രാത്രിയാണ്. അവിടെ ആ വീടിന്റെ മുറ്റത്ത് കുറെ പേര് കിടപ്പുണ്ടായിരുന്നു. അതിന്റെ നടുക്ക് സുഭാഷ് എന്ന് പറയുന്ന ഈ പയ്യൻ ഉണ്ടായിരുന്നു. ഈ പയ്യനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു, ചോദ്യം ചെയ്യുന്നു. പോലീസിന്റെ നിരന്തരമായ ചോദ്യം ചെയ്യില്ല സുഭാഷിന് പല കാര്യങ്ങളും പറയേണ്ടി വരും. സുഭാഷിനോട് പോലീസ് ആദ്യം അന്വേഷിച്ചത് ഈ സ്വർണ്ണാഭരണങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ്. അയാൾ പറഞ്ഞ് എൻ്റെ വീട്ടിലുണ്ട്, ഭാര്യയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി ഭാര്യയുടെ അടുത്ത് ചോദിക്കുന്നു. ഭാര്യ അടുപ്പിലാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ വെച്ചിരിക്കുന്നത്, അടുപ്പിലെ ചാരത്തിൽ മൂടി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. അങ്ങനെ പോലീസ് അവിടെ പരിശോധിച്ചെങ്കിലും ഈ സ്വർണ്ണാഭരണം അവിടുന്ന് കിട്ടിയില്ല. സുഭാഷിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ സുഭാഷ് പറഞ്ഞത്, ആ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ അവിടുന്ന് മാറ്റി തൊട്ടടുത്തൊരു വാഴത്തോട്ടമുണ്ട്, ആ വാഴത്തോട്ടത്തിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പോലീസ് സുഭാഷുമായി സ്വർണം കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തെത്തുന്നു. സുഭാഷിനെ കൊണ്ട് തന്നെ അവിടെ തുറന്ന് സ്വർണം എടുക്കുന്നു. സ്വർണം പരിശോധിച്ചപ്പോൾ അത് ലക്ഷ്മിയുടെ തന്നെയാണ്. സുഭാഷ് അത് സമ്മതിക്കുന്നു. സുഭാഷ് അങ്ങനെ അവസാനം ആ കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. അയാളുടെ കുറ്റസമ്മതം വഴി വിനോദ് സ്ഥിരമായി കുഞ്ഞമ്മയുടെ മകൾ താമസിക്കുന്ന വീട്ടിലെത്തുമായിരുന്നു. അവർ എന്നും വൈകുന്നേരങ്ങൾ ഒരുപാട് സമയം അവിടുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. കൂടുതലും സംസാരിക്കുന്ന വിഷയം വിനോദും ഭാര്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. അവരുടെ ബന്ധം അത്ര നല്ല രീതിയിലല്ല പോയിരുന്നതെന്ന് മനസ്സിലാവുന്ന അവരുടെ സംസാരത്തിൽ നിന്ന് സുഭാഷിന് പിടികിട്ടിയിരുന്നു. ഇവരെപ്പോഴും സംസാരിച്ചു, പല ദിവസങ്ങളിലെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി വിനോദ് ശ്രമിക്കുന്നുവെന്നാണ്. വിനോദ് അതിനുവേണ്ട സപ്പോർട്ട് ഈ പെൺകുട്ടി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. വിനോദിന്റെ സഹോദരി, കുഞ്ഞമ്മയുടെ മകൾ സഹോദരി ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. ഇവരുടെ പല ദിവസങ്ങളിൽ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവസാനം വിനോദ് ഭാര്യയെ, അതായത് ലക്ഷ്മിയെ എങ്ങനെയും വകവരുത്താൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. അതിനുവേണ്ടി ഇവരവിടെ ഇരുന്നൊരു കഥ പറയുന്നു. അതായത് ഈ സുഭാഷിനോട് അയാളുടെ കൂടെ കോളേജിൽ പഠിച്ച ഏതെങ്കിലും ഗുണ്ടകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു, ഈ ഒരു കൃത്യം ചെയ്യുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൃത്യം ചെയ്യുവാൻ ഏതെങ്കിലും ഒരു ഗുണ്ട ഉണ്ടെങ്കിൽ അയാളെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് വിനോദ് ഈ സുഭാഷ് എന്ന് പറയുന്ന പയ്യനോട് പറയുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം വന്നിട്ട് ഈ വിവരം അന്വേഷിക്കുന്നു, ആരെങ്കിലും കിട്ടിയോന്ന് അന്വേഷിക്കുന്നു. വിനോദ് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ആരെയും കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഈ വിനോദും ഈ സഹോദരിയും ചേർന്ന് സുഭാഷ് എന്ന് പറയുന്ന പയ്യനെ വളരെ നാടകീയമായി ഈ ഒരു കഥയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ഒരു ദിവസം വിനോദ് ഈ സംസാരത്തിന് ശേഷം പോയി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഭർത്താവിനോട് പറയുകയാണ്, നമുക്ക് ഈ കൃത്യം ചെയ്താൽ എന്താണ്, ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് കിട്ടുമല്ലോ, നമുക്കിടെ ജീവിതം രക്ഷപ്പെടും, നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണല്ലോ കഴിയുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ കൃത്യം ചെയ്യാം. അങ്ങനെ ഈ പയ്യനെ ബ്രെയിൻ വാഷ് ചെയ്ത് അവസാനം ഇത് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. സുഭാഷ് എന്ന് പറയുന്ന ഈ പയ്യനെ ലക്ഷ്മിക്ക് പരിചയമില്ലായിരുന്നു. കാരണം അവൻ ഈ വീട്ടിൽ വന്നിട്ടില്ല. ഇവര് രണ്ട് വീട്ടുകാരുടെയും സമ്മതമില്ലാതെ മാറി താമസിക്കുന്നു. ഇവന് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് ഇവൻ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങാറില്ലായിരുന്നു. അതുകൊണ്ട് ഈ വിനോദിന്റെ വീട്ടിൽ എത്തിയിട്ടില്ല, ലക്ഷ്മിയായിട്ട് കണ്ടിട്ടുമില്ല. കൊലപാതകം നടത്താൻ വേണ്ടി ഇവർ തീരുമാനിക്കുകയും വിനോദിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇവർ തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിൽ പോയി ആയുധങ്ങളൊക്കെ വാങ്ങുന്നു. ഗ്ലൗസ്, മൂർച്ചയുള്ള ആയുധങ്ങൾ, വെട്ടാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, സഞ്ചി, ഈ സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വരുന്നു. അങ്ങനെ ഈ സംഭവം നടക്കുന്ന ദിവസം രാവിലെ സുഭാഷ് വിനോദിന്റെ വീട്ടിലെത്തുന്നു. വിനോദിന്റെ വീട്ടിലെത്തുന്ന ഒരു വീട് വിൽപ്പനയ്ക്കായി എത്തുന്ന ഒരു ബ്രോക്കറായിട്ടാണ്. വിനോദ് കുറെ മാസങ്ങളായിട്ട് വീട് വിൽക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ലക്ഷ്മിയുമായിട്ട് അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഇവിടുന്ന് മാറി, സിറ്റിയിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും താമസിക്കണം എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വീട് നോക്കാൻ വേണ്ടി വരുന്ന ബ്രോക്കറായിട്ടാണ് ഈ പയ്യൻ വിനോദിന്റെ വീട്ടിലെത്തുന്നത്. അങ്ങനെ രാവിലെ ഇയാൾ വീട്ടിലെത്തുന്നു. അമ്മ റേഷൻ കടയിലേക്ക് പോയതിനു ശേഷമാണ് അവിടെ എത്തുന്നത്. ലക്ഷ്മിയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. അപ്പൊ വിനോദ് അവിടെ ഇരിപ്പുണ്ട്. വിനോദ് ലക്ഷ്മിയെ പരിചയപ്പെടുത്തുന്നു. ഇത് വീട് നോക്കാൻ വേണ്ടി വിൽക്കാനുള്ള ഏജന്റാണ്, വീട് നോക്കാൻ വേണ്ടി വന്നതാണ്, നീ 2 ചായ എടുക്കാൻ പറയുന്നു. അങ്ങനെ ലക്ഷ്മി ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്നു. 2 ചായ കൊണ്ട് കൊടുക്കുന്നു. ഈ ചായ കുടിക്കുന്നതിനിടയ്ക്ക് ലക്ഷ്മി വീണ്ടും അടുക്കളയിൽ പോയി ജോലികളിൽ ഏർപ്പെടുന്നു. അതിനിടയ്ക്ക് ഇവർ രണ്ടുപേരും, വിനോദും ഇയാളും, വീടിന്റെ പല ഭാഗങ്ങളിലും പോകുന്നു, വീട് നോക്കുന്നു, വീടിന്റെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇതെല്ലാം ലക്ഷ്മി അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ലക്ഷ്മി അങ്ങനെ അടുക്കളയിലെ ജോലിയിൽ വ്യാപൃതയായി. കുറച്ചു സമയത്തിന് ശേഷം ലക്ഷ്മി ഗ്ലാസ് എടുക്കാൻ വേണ്ടി എത്തുന്നു. ആ സമയത്ത് ഇയാൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ വിനോദ് പറഞ്ഞു അയാൾ വീടൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ട്, അയാൾ പിന്നീട് എന്തെങ്കിലും പറയാമെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം അതിനെക്കുറിച്ച് വേറെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി അടുക്കളയിലേക്ക് പോയി. യഥാർത്ഥത്തിൽ ഈ ആളിനെ വിനോദ് മുകളിലത്തെ പൂജാമുറിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് താഴെ വന്നു.
അതിനുശേഷം 9 മണിയായപ്പോൾ വിനോദ് ജോലിക്കാണെന്നും പറഞ്ഞ് ലക്ഷ്മിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. ലക്ഷ്മി ടാറ്റ കാണിക്കുന്നു. ഇയാൾ പുറത്തിറങ്ങിയതിന് ശേഷം ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം അകത്ത് കയറി വീടിന്റെ ഡോറ് ക്ലോസ് ചെയ്ത് അകത്ത് പോയി അടുക്കളയിലേക്ക് പോകുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ പുറകു ഭാഗത്ത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ലക്ഷ്മി പുറകു ഭാഗത്ത് ആരുടെയോ കാലടി ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കി. ആദ്യത്തെ വെട്ടുകഴുത്തിന്. ലക്ഷ്മി തടയുവാൻ ശ്രമിച്ചു, പറ്റുന്നില്ല. രണ്ടാമതും വെട്ടി. ലക്ഷ്മി താഴെ വീണു. മരണത്തോട് മല്ലടിക്കുന്നു. മരണം ഉറപ്പിച്ച ശേഷം സുഭാഷ്, ഈ കൊലയാളി, ലക്ഷ്മിയുടെ ആഭരണങ്ങളൊക്കെ ഊരിയെടുക്കുന്നു. അങ്ങനെ ആഭരണങ്ങൾ ഊരിയെടുത്ത് എല്ലാം കഴുകി ഒരു കവറിലാക്കി കഴിഞ്ഞു നോക്കിയപ്പോഴാണ് കാലിൽ പാദസരം കിടക്കുന്നത് കണ്ടത്. ഈ പാദസരം രണ്ടാമത് അയാൾ ഊരിയെടുത്ത് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരനക്കം കേട്ടു. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ലക്ഷ്മിയുടെ കാൽ അനങ്ങുന്നതായി ബോധ്യപ്പെട്ടു. ലക്ഷ്മി എണീറ്റ് വരുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിൽ ഇയാൾ കാലിന് വീണ്ടും വെട്ടി. ലക്ഷ്മി അങ്ങനെ പൂർണ്ണമായി മരണത്തിന് കീഴടങ്ങി. മുകളിലത്തെ മുറിയിൽ പോയി അയാളുടെ ബാഗ് എടുത്തുകൊണ്ട് വരുന്നു. സ്വർണ്ണാഭരണങ്ങളും ഈ ബാഗും ഈ വെട്ടാൻ ഉപയോഗിച്ച കത്തി ആ ബാഗിനകത്തിട്ടു. ആ ബാഗുമായിട്ട് ഇയാൾ ആരും കാണാതെ മുൻവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോയി റോഡിൽ DPI ജംഗ്ഷൻ വിനോദ് വണ്ടിയുമായി കാത്തു കിടപ്പുണ്ടായിരുന്നു. ഈ ബാഗ് അയാൾ വണ്ടിയുടെ അംബാസഡർ കാറിന്റെ പുറകിലേക്ക് വെക്കുന്നു. ഇവർ രണ്ടുപേരും കൂടി കിള്ളിപ്പാലത്തെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാർ കൊടുക്കുന്നു. കൊടുത്ത ശേഷം വിനോദ് അവിടുന്ന് ഓട്ടോ പിടിച്ച് രമേശൻ കോൺട്രാക്ടർ വീട്ടിലേക്ക് പോകുന്നു. അവിടുന്ന് എറണാകുളത്തേക്ക് പോകുന്നു. മറ്റേയാൾ കൊലപാതകി ഈ സ്വർണവും മറ്റു ബാഗുമായി അയാളും പോകുന്നു. അങ്ങനെ പോലീസ് ലക്ഷ്മിയുടെ കൊലപാതകത്തിന് കാരണക്കാരായ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഇതിന്റെ വിസ്താരം നടന്നു. 3 പേർക്കും ജീവപര്യന്തം ശിക്ഷ മേടിച്ചോടിക്കാൻ പോലീസിന് കഴിഞ്ഞു. എത്ര ബുദ്ധിമാനായ ഒരു ക്രിമിനലും തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ പോലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനുഭവ പരിചയവും ബുദ്ധിസാമർഥ്യവും കൊണ്ട് പലപ്പോഴും തെളിയിക്കപ്പെട്ടു. അത്തരത്തിലുള്ള ഒരു കൊലക്കേസാണ് ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.